ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. നിതീഷ് കുമാർ റെഡ്ഡി ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ അവരുടെ ഇന്നിങ്സ് ശരിക്കും ഇന്ത്യ സേവ് ചെയ്തു എന്ന് പറയാം. കാരണം ഒരു സൈഡിൽ തകർന്നു പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്തിയ മനോഹരമായിട്ടൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും. നന്നായിട്ട് തന്നെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ആദ്യം വാഷിംഗ്ടൺ സുന്ദറിലേക്ക് വരാം. കറക്റ്റായിട്ട് സിംഗിൾസ് ഇട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വേണ്ടാത്ത ബോളുകൾ കളിക്കാതെ കറക്റ്റായിട്ട് ലീവ് ചെയ്ത് മനോഹരമായിട്ടൊരു ഇന്നിങ്സ് ആയിരുന്നു വാഷിംഗ്ടൺ സുന്ദർ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. താരം നന്നായിട്ട് തന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കളിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 162 ബോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ 4 മാത്രമാണ് 50 റൺസാണ് സ്കോർ ചെയ്തത്. പക്ഷേ ആ 162 ബോൾ ഫേസ് ചെയ്തതിന് വലിയൊരു വാല്യൂ ഇന്ത്യൻ ഇന്നിങ്സിലുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി പലപ്പോഴും അർഹിച്ച 50കളും സെഞ്ചുറികളും ഒക്കെ നഷ്ടമായത് മറു സൈഡിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ വാഷിംഗ്ടൺ സുന്ദറിന് അത് ലഭിച്ചു. അവസാന സമയത്തൊന്ന് സ്ട്രഗിൾ ചെയ്തു, ലൈക്ക് ഓപ്പോസിറ്റ് എൻഡിൽ വിക്കറ്റ് പോയപ്പം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തെങ്കിലും ആൾ സെഞ്ചുറി നേടി. ഒരുപക്ഷെ ആ സെഞ്ചുറി നഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇമോഷണലായി പോയേനെ. അത്രയ്ക്കും വിലയുണ്ടായിരുന്നു. അതിൽ വലിയൊരു കൈയടി ഇന്ന് സിറാജ് അർഹിക്കുന്നുണ്ട്. കാരണം അവിടെ ബൂമറയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞ് സിറാജ് വന്നിട്ട് നല്ല സോളിഡ് ഡിഫൻസും വേണ്ടാത്ത ബോൾ കളിക്കാതെ ലീവ് ചെയ്ത് വിടുകയൊക്കെ കണ്ടു. അത് മനോഹരമായിട്ട് തന്നെ ഡീൽ ചെയ്തു സിറാജ്. എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡിയുടെ സെഞ്ചുറി വളരെയധികം വിലയുള്ള ഒന്ന് തന്നെയാണ്. ഇന്ത്യൻ സൈഡിലെ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഋഷഭ് പന്തിൻ്റെ സ്ഥിരം ടെക്നിക്കുകൾ എല്ലാ ടീമുകളും പഠിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സണ്ണിജി പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല വിമർശനമാണ് ഋഷഭ് പന്തിനെതിരെ വരുന്നത്. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ കാര്യമാണെങ്കിലും ഇങ്ങനെയാണ്. അഗ്രസീവായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ഇല്ല, ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ല. അങ്ങനെ ഒരു ക്യാപ്റ്റൻ ടീമിന് വേണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നിലവിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ആൻഡ് കോഹ്ലി ആൻഡ് ഫിഫ്ത്ത് സ്റ്റംപ് ലൈൻ ബോൾ നെവർ എൻഡിങ് സാഗ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി നമ്മുടെ ബോളിംഗ് സൈഡിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഇന്നിങ്സ് ഇപ്പോൾ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിക്കുന്നത് 358 എന്ന നിലയിലാണ്. നിലവിൽ ലീഡ് നേടാൻ ഇനി 116 റൺ കൂടി വേണം. ഇത് ഒരു ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം പോയാലും ഒരു 10-25 റൺസ് കൂട്ടുകെട്ട് കൊണ്ടുവരുന്നതിനോടെ തന്നെ വിക്കറ്റ് വീഴാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജും. ഓസ്ട്രേലിയ എന്തായാലും നാളത്തെ ഡേ ഫുള്ള് ബാറ്റ് ചെയ്ത് മാക്സിമം ഒരു 300-400 അടുത്ത് ലീഡ് കൊണ്ടുപോയിട്ട് ഇന്ത്യ അവസാന ദിവസം ബാറ്റിങ്ങിന് വിടാനുള്ള ശ്രമമായിരിക്കും. എന്തായാലും അതിന് മറുപടിയായിട്ട് ഇന്ത്യൻ ബോളിംഗ് നിരയുടെ ഭാഗത്തുനിന്നും മനോഹരമായിട്ടുള്ള സ്പെല്ലുകളുടെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും ഈ ഒരു മാച്ചിൽ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ബൂമറയ്ക്ക് അടി കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു ബൂമറയുടെ വലിയ കംബാക്ക് ആദ്യ സ്പെല്ലിൽ കാണാൻ സാധിക്കും. 100% ഉറപ്പാണ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് വലിയൊരു കംബാക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. മനോഹരമായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദറിനെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും വലിയ കയ്യടികൾ നമ്മൾ കൊടുക്കണം. അത് വേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് പ്രത്യേകിച്ച് ബൈ ബൈ ഗൈസ്. പിന്നെ ഇവരുടെ ബാറ്റിംഗ് പാർട്ണർഷിപ്പ് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പിച്ചല്ല ഇതെന്നുള്ളത്. അപ്പോൾ അവിടെ വിക്കറ്റ് നഷ്ടമാക്കിയതിൽ നമ്മുടെ സീനിയർ താരങ്ങൾ എന്താണ് പറയുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.